നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. രാവണനോട് മഹാദേവൻ ഹനുമാന്റെ വാലിന്റെ രഹസ്യം പറയുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഇതിന് ഇടയാക്കിയ ഒരു സംഭവം നടക്കുകയുണ്ടായി. ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് ഒരു പരാതി പറയുന്നു. അങ്ങയുടെ ഈ ഭക്തനെ കൈലാസത്തിലേക്ക് വരുന്നതിൽ നിന്ന് ദയവായി തടയണമെന്നായിരുന്നു ആ പരാതി. അല്ലാത്തപക്ഷം ഞാൻ അവനെ തീയിൽ ദഹിപ്പിക്കും എന്ന് പാർവതി പറയുന്നു. അവൻ വരുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. എനിക്കിത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അവൻ കൈലാസത്തിൽ പ്രവേശിക്കരുതെന്ന് ദയവായി അങ്ങ് വിശദീകരിക്കണം. രാവണൻ നന്ദിയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും പാർവതി ദേവി ഒന്നും തന്നെ അവനോട് എതിർത്ത് പറയുന്നില്ല എന്ന് മഹാദേവന് അറിയാമായിരുന്നു. പാർവതി ദേവിയുടെ ഇഷ്ടക്കേടിന് കാരണമായതും ഇക്കാരണം തന്നെയാണ്. മഹാദേവൻ രാവണന്റെ അടുത്തേക്ക് പതിയെ പോകുന്നു. പരമശിവനെ കണ്ടയുടനെ കൈകൂപ്പി വണങ്ങുന്ന രാവണൻ മഹാദേവനെ വണങ്ങി മഹാദേവനെ സ്തുതിക്കുന്നു. മഹാദേവൻ ദശാനനോട് ഇങ്ങനെ ചോദിക്കുന്നു, നീ എപ്പോൾ വന്നു? മഹാദേവ, ഞാൻ ഇപ്പോൾ വന്നതേയുള്ളൂ. ഒടുവിൽ മഹാദേവൻ അവനോട് കാര്യങ്ങൾ വിശദീകരിക്കുവാൻ തുടങ്ങുന്നു. നോക്കൂ രാവണ, നീ ഇവിടെ വരുന്നത് പാർവതി ദേവിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. മഹാദേവ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? എപ്പോൾ വേണമെങ്കിലും അങ്ങയെ കാണാൻ ഈ കൈലാസ പർവ്വതത്തിൽ വരാനുള്ള അനുഗ്രഹം അങ്ങ് തന്നെയാണ് എനിക്ക് തന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ അനുഗ്രഹം തിരിച്ചെടുക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പാർവതി ദേവിയെ അസ്വസ്ഥമാക്കുന്നു. മഹാദേവൻ രാവണനോട് പറയുന്നു, എന്നെങ്കിലും ദേവി നിങ്ങളെ ശപിച്ചാൽ എനിക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ മഹാദേവ, അങ്ങയുടെ അനുഗ്രഹം തെറ്റിപ്പോയോ? ഇത് കേട്ട് മഹാദേവൻ ഒരു പുഞ്ചിരിയോടെ രാവണനോട് പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു അനുഗ്രഹം നൽകുന്നു. നീ എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ തന്നെ നിന്റെ അടുക്കൽ വരും. എന്നാൽ ഒരു കാരണവശാലും കൈലാസ പർവ്വതത്തിലേക്ക് വരരുത്. മഹാദേവൻ രാവണനോട് പറയുന്നു. പാർവതിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമാണ്. രാവണൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ കാലം കടന്നു പോകുന്നു. ഈ സമയത്താണ് ഹനുമാൻജി രാവണന്റെ സുവർണ നഗരമായ ലങ്കയെ ഭസ്മമാക്കുവാൻ വരുന്നത്. ഹനുമാൻ ഇത്രയധികം ശക്തി എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചിന്തിച്ച് രാവണൻ ആകെ കുഴപ്പത്തിലായി. അസ്വസ്ഥനായ അദ്ദേഹം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിൽ പോയി ശിവനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ശിവഭഗവാൻ തൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായി തന്നെ പ്രത്യക്ഷപ്പെടും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭഗവാൻ രാവണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. രാവണൻ മതിമറന്ന് അവൻ്റെ കാൽക്കൽ വീഴുന്നു നമസ്കരിക്കുന്നു. പറയൂ ദശാനന, സുഖമാണോ? ശിവഭഗവാൻ ചോദിച്ചു. നീ സർവജ്ഞനായ മഹാദേവനാണ്. ഭഗവാനെ, നീ എല്ലാം അറിയുന്നു. ഒരു കുരങ്ങൻ എൻ്റെ ലങ്കയും എൻ്റെ അഭിമാനവും ചുട്ടു ചാരമാക്കി. ഈ കുരങ്ങൻ ആരാണെന്ന് എനിക്കറിയണം. ആരാണ് ഈ ഹനുമാൻ? ഭഗവാനെ, അവൻ്റെ വാൽ കൂടുതൽ ശക്തമാണ്. അത്ര എളുപ്പത്തിലാണ് അവൻ എൻ്റെ ലങ്കയെ കത്തിച്ചത്. ഈ ഹനുമാൻ ആരാണെന്ന് പറയൂ. ചിരിച്ചുകൊണ്ട് ശിവഭഗവാൻ രാവണനോട് പറയുന്നു, ഈ ഹനുമാൻ മറ്റാരുമല്ല, എൻ്റെ രുദ്ര അവതാരമാണ്. വിഷ്ണു ഭൂമിയിൽ അവതാരമെടുക്കുന്ന ഓരോ സമയത്തും ഞാൻ എൻ്റെ ഓരോ അവതാരങ്ങൾ എടുക്കാറുണ്ട്. വിഷ്ണു ഭഗവാൻ അവതാരമെടുക്കുന്ന അതേ സമയത്ത് ലക്ഷ്മി ദേവിയും അവതാരമെടുക്കുന്നു. അവൻ്റെ ദൈവീക പ്രവൃത്തികൾക്ക് സാക്ഷിയാകുവാൻ ഞാൻ ആഗ്രഹിക്കും എപ്പോഴും. പിന്നെ എൻ്റെ തീരുമാനം ഞാൻ പാർവതി ദേവിയോട് പറഞ്ഞപ്പോൾ ദേവിയും എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് വാശി പിടിച്ചു. പക്ഷേ ദേവിയെ എങ്ങനെ എൻ്റെ ലീലയിൽ പങ്കാളിയാക്കുമെന്ന് എനിക്ക് അപ്പോൾ ഒരു ഊഹമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ദേവകൾ ചേർന്ന് എന്നോട് ഇങ്ങനെ പറയുന്നത്, അങ്ങ് ഒരു കുരങ്ങനായിട്ടാണ് രൂപാന്തരമെടുക്കുന്നത്. അങ്ങയുടെ ശക്തിയുടെ രൂപമായ പാർവതി ദേവി അങ്ങയുടെ വാലിൻ്റെ രൂപത്തിൽ അങ്ങയോടൊപ്പം നിൽക്കട്ടെ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയൂ. അതനുസരിച്ച് ഞാൻ ഹനുമാനായി ജനിച്ചു. ഭഗവാൻ ശ്രീരാമനെ സേവിക്കുമെന്ന് പ്രതിജ്ഞയുമെടുത്തു. ശക്തിയുടെ രൂപത്തിൽ പാർവതി ദേവി വാലിൻ്റെ രൂപം സ്വീകരിച്ചു. ആ സേവനത്തിൻ്റെ ഫലമായി ഞങ്ങൾ നിങ്ങളുടെ ലങ്കയെ ദഹിപ്പിച്ചു.
ഇനി നീ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം രാവണ. നിന്റെ മോക്ഷത്തിൻ്റെ സമയമെടുത്തിരിക്കുന്നു. അതിനാൽ ശ്രീരാമൻ്റെ കൈകളാൽ നീ രക്ഷിക്കപ്പെടും. എൻ്റെ ഉപദേശം ഇങ്ങനെയാകുന്നു. യുദ്ധത്തിനായി സ്വയം അവതരിക്കാൻ പോകുന്ന അവസാന വ്യക്തി നീയായിരിക്കണം. അങ്ങനെ നിങ്ങളുടെ മുഴുവൻ അസുര കുടുംബത്തിനും ഭഗവാൻ ശ്രീരാമൻ്റെ കൈകളിൽ നിന്ന് മോക്ഷം ലഭിക്കുകയും നിങ്ങളെല്ലാവരും രക്ഷപ്പെടുകയും ചെയ്യുന്നു. രാവണൻ മുഴുവൻ സാഹചര്യത്തെക്കുറിച്ചും ഇങ്ങനെ അറിവ് നേടുകയും അതനുസരിച്ച് യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ആദ്യം തൻ്റെ മുഴുവൻ കുടുംബത്തെയും ശ്രീരാമനെതിരെ പോരാടാൻ അയക്കുകയും അവസാനം രാവണൻ തന്നെ എത്തി മോക്ഷം നേടുകയും ചെയ്യുന്നു. ജയ് ശ്രീറാം. ഓം നമഃ ശിവായ.